ശിവൻ ഗംഗേട്ടനെ വിളിക്കാണ്. വൈജയുടെ പോക്ക് അത്ര ശരിയല്ല. അവള് വേറെ വീടെടുത്തു. ഇപ്പോ അങ്ങോട്ടേക്ക് മാറാൻ പോവാന്നാ പറയുന്നത്. അഡ്വാൻസ് ഒക്കെ കൊടുത്തു, എഗ്രിമെന്റ് എഴുതി. ബാബുജോട് അവൾ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നോടും കമലോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെല്ലാം അത് ശരിവെച്ചു കൊടുത്തോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? ഞാൻ പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കില്ല. അവളോട് പറഞ്ഞു മടുത്തു. കമലയും പോയി കുറെ പറഞ്ഞതാ. അത് മാത്രമല്ല, ഡിവോഴ്സിന് അവൾ അപ്ലൈ ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അല്ല, ഇവക്കെന്താ ഇത്രയ്ക്ക് അഹങ്കാരം? അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ അങ്ങോട്ട് വരിക. അത് തന്നെയാ നല്ലത്. 2-3 ദിവസത്തിനകം എനിക്ക് കയറിപ്പോണം. അതിനു മുമ്പേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് വേണം പോവാനായിട്ട്. ഗംഗേട്ടൻ എത്രയും പെട്ടെന്ന് വാ. ഇവിടുത്തെ അവസ്ഥ ഇപ്പോ വളരെ മോശാ. അല്ല, രോഹിത് ഇറങ്ങിയല്ലോ. എന്നിട്ട് എന്ത് പറയുന്നു? എന്ത് പറയാനാ? അവിടെ ആകെപ്പാടെ ജഗപ്പോകയാ. ഒന്നും പറയണ്ട. അവൻ ഇറങ്ങിയതും ഇറങ്ങാത്തതും ഒരുപോലെയാ എന്നൊക്കെ പറയാണ്. എന്തായാലും നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നാളെയല്ലേ അവളുടെ ഡിസ്ചാർജ്? അതേ ഗംഗേട്ടാ എന്ന് പറയാണ്. എന്താ ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ ഫോൺ കട്ടാക്കുന്നുണ്ട്. ശിവനോട് കമല പറയാണ്, പെങ്ങളിങ്ങനെ അഹങ്കാരം കാണിച്ചടക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൾ അവളുടെ ഇഷ്ടമുള്ളതുപോലെ കാണിക്കട്ടെ. അവളുടെ അഹങ്കാരത്തിന് മോന്ത് തീർത്ത് ഒന്ന് കൊടുക്കാ വേണ്ടത്. അല്ലാതെ എല്ലാവരും കൂടെ പോയി കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാണ്. എന്ത് ചെയ്യാനാ? താടിയലിന്റെ ഓപ്പറേഷൻ സഹിതം കഴിഞ്ഞ് അവളോട് കിടക്കല്ലേ. ആ സമയത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? തല്ലാൻ പറ്റുമോ? ഇനിയിപ്പോ ഗംഗേട്ടൻ വരട്ടെ. ഗംഗേട്ടൻ പറഞ്ഞാലേ അവള് കുറച്ചെങ്കിലും അനുസരിക്കുള്ളൂ. മറ്റുള്ളവരുടെ കാര്യം നോക്കി നടന്നോ. നമ്മുടെ മോനെ ജയിലിൽ കിടക്ക. ആ കാര്യമൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളുടെയും അവരുടെ മകളുടെയും കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. രോഹിത്തിനെ അവർ പുറത്തിറക്കി. അവർക്കിപ്പോ സന്തോഷമായി കാണും. പിന്നെ ഭയങ്കര സന്തോഷ നടക്കുന്നവല്ലോ. നീ അറിയുന്നുണ്ടോ കമലേ? അവനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി, ആരോടും പറയാതെ. നാട്ടുകാരെല്ലാം കൂടി അവനെ തല്ലി ശരിയാക്കി. നാട് റോഡിലിട്ട് അവനെ ചവിട്ടി അടിക്കുകയൊക്കെ ചെയ്തു. അവനവിടുന്ന് രക്ഷപ്പെട്ടടിച്ച് വീട്ടിലേക്ക് ഓടി. അവന്മാര് വീട്ടിലേക്ക് ഇടിച്ച് കയറേണ്ടതായിരുന്നു. ഒട്ടും വയ്യാതെ അവൻ വീട്ടിൽ കിടപ്പുണ്ട്, പനിച്ച് കരച്ച്. അത് മാത്രമല്ല, ഇന്നേ നേരം വരെ ഒരാഹാരം കഴിച്ചിട്ടില്ല. ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നടക്കുക. കാണുന്ന എല്ലാവരോടും ബഹളവും അടിയും വഴക്കും ഒക്കെ ആയിട്ട് നടക്കുക. അതൊക്കെ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. എന്റെ മോനെ അങ്ങനെ പുറത്തിറക്കിയെന്നെങ്കിൽ ഇതുമെല്ലാം കാണേണ്ടി വരുമായിരുന്നോ? അതെ, കാണേണ്ടി വരികയില്ലായിരുന്നു. കാരണം അവൻ അടുത്ത പെണ്ണെ തപ്പി പോയേനെ. നിന്റെ മോൻ പോലും ഒന്നും പറഞ്ഞേക്കരുത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. 6 സ്വഭാവമാടി അവനെ കിട്ടിയത്. കൃഷ്ണജ, ബബിത, അതുപോലെ അലീന, കുടുംബത്തിനുള്ള എല്ലാ പെമ്പിളാരുടെ മേത്ത് അവൻ കൈവച്ചില്ലേ. സ്വന്തം പെങ്ങളെ മാത്രം അവൻ വെറുതെ വിട്ടു. എന്തിനാ അവൻ അതും കൂടി ചെയ്തേക്കാമല്ലായിരുന്നോ? അപ്പൊ പിന്നെ പൂർത്തിയായനെ. ഒരു കൊച്ചു പ്രവീണിനെ കൊണ്ടുപോയി കൂട്ടുകാർക്ക് ഇട്ട് കൊടുത്തിട്ട് അവള് വലിയ ന്യായം പറയുന്നു. മിണ്ടാതെ എഴുന്നേറ്റ് പോടി. അവന് ജാമ്യം പോലും മേടിച്ചു കൊടുക്കാൻ ഞാൻ ഓടേണ്ടതല്ല. പിന്നെ ജനിപ്പിച്ച് പോയില്ലേന്ന് ഓർത്താ ഞാൻ അതിൻ്റെയൊക്കെ പിന്നാലെ പോയത്. അതുകൊണ്ട് നാറിയ കുറെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ മോന്റെ മുറിന്ന് എന്തൊക്കെ കൊണ്ടുപോയെന്ന് നീ കണ്ടതല്ലേ. എന്നിട്ടും നാണമില്ലാതെ അവന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നിനക്കൊരു നാണമില്ലേ കമലേ എന്ന് ചോദിക്കാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പോ കുറ്റം എന്ന് പറഞ്ഞുകൊണ്ട് കമല അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. മനു ചോദിക്കാണ്, അല്ല വിളിച്ച് നാളെ വരുമോ? നാളെ വരുന്നുണ്ട്. വൈജ നാളെ അവിടുന്ന് ഡിസ്ചാർജ് ആവല്ലേ. അപ്പൊ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നാളെ അവൻ വരും. സോറി, ഏട്ടൻ വരും. ഏട്ടൻ വന്നു കഴിഞ്ഞാലേ വൈജ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അനുസരിക്കുള്ളൂ. അത് നല്ല കാര്യാ. എന്തായാലും രോഹിത്തിന്റെ ഹരുടെ കാര്യത്തിലൊന്നും വിളിച്ചിന് ഇടപെടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇത് പെങ്ങടെ കേസല്ലേ. ഈ ഒരു കേസിന് ഇടപെടാതിരിക്കാൻ സാധിക്കില്ലല്ലോ. വെളിച്ചം വന്നാലേ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ നീക്കുപോക്ക് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വൈജാനിനെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല. ആർക്കും ഒന്നും അറിയില്ലെന്നാ പുള്ളിക്കാരുടെ വിചാരം. അഹങ്കാരവും തലയ്ക്ക് മേളിക്കിടക്ക. എഴുന്നേറ്റൊന്ന് നിൽക്കാൻ തന്നെ എന്ത് പാടുപെടുക. അതിനിടയിൽ എന്തൊരു അഹങ്കാര കാണിച്ചു കൂട്ടുന്നത്. എത്ര പറഞ്ഞാലും ഒരനുസരണയില്ല. ആരോടും ഒരു മയമോ സ്നേഹമോ കമ്മിറ്റ്മെന്റ്സോ ഒന്നുമില്ല. എല്ലാവരോടും ദേഷ്യവും ബഹളവും മാത്രം.
അലീന അവിടെ ഉണ്ടെങ്കിൽ ഈ വൈജാന്റിക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കാണ്. എടാ, വൈജയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ. വൈജയുടെ മനസ്സിൽ ഇപ്പോഴും അത് ബാലചന്ദ്രന്റെ മകളോ അതല്ലെങ്കിൽ അവിഹിതമോ ആണെന്നല്ലേ അവളുടെ മനസ്സിൽ. സത്യം എന്താണെന്ന് നമ്മളെപ്പോലെ അവൾക്ക് അറിയില്ലല്ലോ. സത്യം അറിയുന്നവരെ ഞാനും രാജീവനും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അലീനയോട്. സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷമല്ലേ ഞങ്ങളും അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഇപ്പോ വൈദ്യയുടെ അവസ്ഥയും ഏതാണ്ട് അതുപോലെയാ. അവളോട് നമുക്ക് സത്യം തുറന്നു പറയാൻ പറ്റുമോ അതും ഇല്ല, പറയാതിരിക്കാൻ പറ്റുമോ അതും ഇല്ലാത്തൊരവസ്ഥയാ. ബാലനാണെങ്കിലോ മൊത്തത്തിൽ കുഴഞ്ഞിരിക്കുക. അങ്കിളിന്റെ കാര്യം വല്ലാത്ത കഷ്ടമാച്ചാ. ബബിതയാണെങ്കിലോ ബബിതയുടെ സ്വഭാവം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏത് നിമിഷവും നമുക്കൊരു വാർത്ത കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പൊ വന്ന അലീന, സ്വന്തം ഭാര്യയുടെ ചതി, മകന്റെ ഈ ഒരു അഹങ്കാരം എല്ലാം കൂടെ ആ പാവം തകർന്നു തരിപ്പണായിരിക്കുക. അതാ ഞാൻ ഇടയ്ക്കൊക്കെ പോയി അങ്കിളിൻ്റെ അടുത്ത് പോവാറും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആളൊരു ശുദ്ധനാ, ഒരു പാവമാ. വൈജാലിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ ചതിച്ചു എന്നറിഞ്ഞപ്പോഴേ സഹിക്കാനായില്ല. അതാ സംഭവിച്ചത്. 10-23 കൊല്ലം മുമ്പുള്ള കാര്യമല്ലേടാ. അതൊക്കെ അയാൾക്കൊന്ന് ക്ഷമിച്ചൂടെ? അച്ഛാ, ഇപ്പായിരുന്ന അച്ഛനാണെങ്കിൽ ക്ഷമിക്കോ? അമ്മയ്ക്ക് അച്ഛനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാൽ അമ്മ അച്ഛൻ സ്വീകരിക്കോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോളേ അത് നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കണം. അത് ശരിയാണോ, നമ്മളത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന്. അച്ഛൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ എന്നെ സമ്മതിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. കണ്ടോ, ഇത് തന്നെയാ എല്ലാ മനുഷ്യന്റെ അവസ്ഥ. വൈജാന്റി എന്ന് പറഞ്ഞാല് ബാലങ്ങളുടെ ജീവനായിരുന്നല്ലോ. അറിയാമല്ലോ അവരെങ്ങനെയാ കഴിയുന്നതെന്ന്. വൈജാന്റി ഒരു വര വരച്ചാ അതിനപ്പുറം പോയില്ലായിരുന്നു. വൈജാന്റി ആയിരുന്നു ആ വീട്ടിലെ എല്ലാം. അവര് പറഞ്ഞതാ ബാലങ്ങൾ ഇത്രയും കാലം അനുസരിച്ചത്. അവരുടെ പിന്നാലെ പട്ടിയെ പോലെ പുറകെ നടന്നില്ലേ. അവർ ഒരുപാട് സ്നേഹിച്ചില്ലേ. ആ സ്നേഹം മൊത്തം കള്ളമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോഴല്ലേ അങ്കിള് തകർന്നു പോയത്. സ്വന്തം ഭാര്യ തന്നെ ചതിക്കായെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പാവം തകർന്നു പോയി. അതിൻ്റെ കൂടെയാണ് ദാ ഇപ്പം ഇതും കൂടി. ഇനി ബബിതയുടെ കാര്യം കൂടെ അറിഞ്ഞാൽ എന്താവും അറിയില്ല. എന്താടാ, ബബിതയ്ക്ക് എന്താ പ്രശ്നം? എൻ്റെ അച്ഛാ, അന്ന് ഹരി അവൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ? അന്ന് അവള് അവൻ്റെ ഫോണൊക്കെ തല്ലിപ്പൊട്ടിച്ചിരുന്നല്ലോ. ആ, അത് ഒരു പയ്യനാ. അവൻ്റെ പേര് അമലെന്നാ. പയ്യനിച്ചിരി ഫ്രോഡാ, നല്ല പുള്ളിയൊന്നും അല്ല. അവനിതുപോലെ കുറെ കേസ് കെട്ടൊക്കെ ഉണ്ട്. അവനും ഇവളും തമ്മിൽ പോകാൻ പറ്റുന്ന പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മുറി എടുത്തിട്ടുണ്ട്, വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു തവണ ആരുമില്ലഞ്ഞപ്പോൾ അവനെ വീട്ടിൽ കയറ്റി. അന്ന് അലീനെ കണ്ട് അവനെ അടിച്ചിറക്കി വിടുമായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് ഇതുപോലെ ഷർണയെ പോലെ ഒരു വാർത്ത ഏത് നിമിഷവും കേൾക്കാം. അല്ല, നിനക്ക് ഇക്കാര്യം ബാലനോട് പറഞ്ഞില്ലായിരുന്നോ? അങ്കിളിന്റെ ഈ അവസ്ഥയിൽ അതെങ്ങനെ പറയും? അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയിട്ട് അവളെ നല്ലവണ്ണം ഒന്ന് ഭീഷണിപ്പെടുത്തിട്ടാ പോകുന്നത്. അതിനുശേഷം വലിയ കുഴപ്പമില്ലെന്നാ അലീന പറഞ്ഞത്. എങ്കിലും ഒരു കണ്ണ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായി തീരുമെന്തോ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീവിതം എങ്ങോട്ടാ പോണേന്നോ ജീവിതം എന്താണെന്നൊന്നും അവർ ചിന്തിക്കുന്ന കൂടിയില്ല എന്നൊക്കെ ശിവൻ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. ശിവൻ രാവിലെ ഒരുങ്ങാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങാണോ? എങ്കിൽ ഞാനും കൂടി വരാം. വേണ്ട വേണ്ട, നീ വരണ്ട. ഗംഗേട്ടൻ വരുന്നുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും പോയി കണ്ടോളാം എന്ന് പറയുന്നുണ്ട്. എന്നാ ശരിയെന്ന് കമലയും പറയാണ്. അങ്ങനെ പോകാനിറങ്ങുമ്പം രാജീവിനെ വിളിക്കുന്നുണ്ട്. രാജീവും പറയാണ്, എന്തായാലും ഗംഗേട്ടൻ വന്നല്ലോ, സംസാരിക്കട്ടെ. ഈ കാര്യം അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ അങ്ങനെ വീട് മാറി താമസിക്കാനും ഡിവോഴ്സിനൊക്കെ പോയാലേ എന്തായിരിക്കും അവസ്ഥ? അതൊന്നും വേണ്ട. ഇവളുടെ കാര്യം ഇപ്പോൾ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് ഡിവോഴ്സിനങ്ങനെ പോയാലേ ഈ നാട് മൊത്തം അറിയും. അതിന് ക്ഷീണവും നമുക്ക് തന്നെയാ. ഇപ്പൊ തന്നെ പിള്ളേർ കാണിച്ചു കൂട്ടിയത് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാതായി. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയാലേ കുടുംബത്തിന് നല്ല പേരായിരിക്കും എന്ന് രാജീവൻ പറയാണ്. അങ്ങനെ ശിവൻ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് ഗംഗേട്ടനെ പിക്ക് ചെയ്യാണ്. അവിടുന്ന് ഗംഗേട്ടനെയും കൊണ്ട് ശിവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. വരുന്ന വഴിക്ക് ഗംഗേട്ടൻ കാര്യങ്ങളെല്ലാം ചോദിച്ച് എല്ലാത്തിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കാണ്. അതുപോലെ തന്നെ അലീന ആ കോളനിയിലേക്ക് പോയതിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തിരുന്നു. അതിരുന്ന് ഗംഗേട്ടൻ കാണുന്നുണ്ട്. എന്താടാ ഇവക്ക്, ഈ അലീനയ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു? ആ കുട്ടീനെ എങ്ങാനും അവർ കത്തിച്ചിരുന്നെങ്കിലോ എന്ന് പറയുമ്പം ശിവൻ പറയാണ്, അതാ ഗംഗേട്ടൻ ഞാൻ പറഞ്ഞത്, അവളുടെ ധൈര്യം അപാരം തന്നെ. വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? എന്തിനാ അവളോട് പോയത് തന്നെ ശരിക്കും എന്ന് ചോദിക്കുമ്പം ആ കുട്ടീനെ ആശ്വസിപ്പിക്കാനാന്നൊക്കെയാ പറഞ്ഞത്. അവളുടെ ജോലി അതാണല്ലോ.
ഗംഗേട്ടൻ പറയാണ്, അത് ശരിയാ, ഞാനും കേട്ടിട്ടുണ്ട്. സ്നേഹനികേതത്തിലായിരുന്നപ്പോൾ പല പെൺകുട്ടികളെയും ഇതുപോലെ കൈപിടിച്ച് ഉയർത്താന് ആ പെൺകുട്ടി പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും ഇത് കുറച്ച് കടന്നു പോയില്ലേ? ഒന്ന് ചിന്തിക്കത്തില്ലായിരുന്നോ? ആ നിമിഷം അവരുടെ കയ്യിൽ നിന്ന് തീപ്പെട്ടി ഒന്ന് കത്തോ ആ പയ്യൻ അവളെ രക്ഷിക്കാതിരിക്കുകയോ ചെയ്തെന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? എന്താവുമായിരുന്നു? ആ കോളനിക്കാരെല്ലാം കൂടി ജയിലിലായനെ. അലീനയുടെ പൊടി പോലും കിട്ടില്ലായിരുന്നു എന്ന് ശിവൻ പറയാണ്. ഓർക്കാൻ കൂടി വയ്യ. ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതേ. അതിനുശേഷം പിന്നെ എങ്ങനെയാ എല്ലാം റെഡിയായത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ രക്ഷപ്പെടുത്തി അവൻ്റെ വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞ് ആഹാരവും കഴിച്ചിട്ട് അവിടുന്ന് അപ്പോൾ തന്നെ ഇറങ്ങി വീണ്ടും പോയി ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക്. ഷർണയുടെ വീട്ടിലേക്കോ? അതെ. അവിടെ ചെന്ന് അവളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ 5-6 ദിവസം പോയി സംസാരിച്ച് ആ പെൺകുട്ടി അത്യാവശ്യം നോർമലായി. അങ്ങനെ അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുപോയി. അവിടെ വച്ചാ രോഹി ഉപദ്രവിച്ചിട്ടില്ലെന്നുള്ള സത്യം ആ പെണ്ണ് അലീനോട് പറഞ്ഞത്. അലീന എന്നിട്ട് അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്തോ? ഏയ്, റെക്കമെൻഡ് ചെയ്തില്ലെന്നാ അവൾ പറഞ്ഞത്. നിന്റെ മനസാക്ഷിക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്തോളാനാ പറഞ്ഞത്. അങ്ങനെ ആ ധൈര്യത്തിലാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടി സത്യമെല്ലാം വിളിച്ച് കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ടാ രോഹിക്ക് ജാമ്യം കിട്ടിയത്. ഹരിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സ്കോപ്പും ഇല്ലായിരുന്നല്ലേ? ഞാൻ അലീനോട് പറഞ്ഞതാ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ. പക്ഷേ അവൾ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ലെന്ന് ഉറച്ചു നിൽക്കായിരുന്നു. അത് തന്നെയാണോ ശരി? അവൾ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ പോയതല്ലേ? അങ്ങനെയുള്ളപ്പോൾ അവിടെ പോയി റെക്കമെൻഡ് ചെയ്താൽ അലീനയുടെ വില എന്താവും? അവൾ ഇത്രയും കാലം പോയത് തന്നെ അവനെ രക്ഷപ്പെടുത്താനാണെന്ന് അവർ കരുതില്ലേ? അതുകൊണ്ട് അവൾ ചെയ്തു തന്നെ ശരി. പിന്നെ രോഹിത്ത് അവളെ ഉപദ്രവിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവൾ പുറത്തിറങ്ങി. പക്ഷെ ഹരിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ആ പെണ്ണിനെ സ്നേഹിച്ചതും മയക്കുമരുന്ന് കരുത്തോട് കൊണ്ടുവന്നതും കൂട്ടുകാരുടെ മുമ്പ് ഇട്ടുകൊടുത്തതും അവനല്ലേ? അങ്ങനെ നോക്കുമ്പോൾ കേസിലെ 1-ാം പ്രതി അവനല്ലേ? പിന്നെ അവനെ എന്തിൻ്റെ പേരിലാണോ പുറത്തിറക്കേണ്ടത് എന്ന് ശിവനോട് ചോദിക്കാണ്. ശരിയാ ഗംഗേട്ടാ, എല്ലാം ശരിയാ. പക്ഷേ ജനിപ്പിച്ചു പോയില്ലേ, മോനായി പോയില്ലേ? അതുകൊണ്ട് ഞാൻ കുറേ ശ്രമിച്ചു, നടന്നില്ല. എവിടെ പോയാലും എനിക്കെതിരെ പുച്ഛം മാത്രമുള്ളായിരുന്നു. മുമ്പൊക്കെ എൻ്റെ മുമ്പിൽ കൈകെട്ടി ഓശാനിച്ചെന്നവരെല്ലാം തന്നെ എന്നെ വെറുപ്പോടെയായി കണ്ടത്. എല്ലാവരും എന്നെ ആട്ടിപ്പായിക്കായിരുന്നു. ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാ, പക്ഷെ സമ്മതിച്ചില്ല. പാർട്ടിക്കാരും സമുദായക്കാരും എല്ലാവരും കൂടി ചേർന്ന് ആ പെണ്ണിനെ വീട്ടുകാരെ വളഞ്ഞു വച്ചിരിക്കുക. അവരടുത്ത് അടുക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ഞങ്ങൾ ഇഷ്ടം പോലെ കാശൊക്കെ ഓഫർ ചെയ്തതാ. 4 പേർക്കും കൂടി 1 കോടി രൂപ ഓഫർ ചെയ്തതാ. വീട്ടുകാർക്ക് അതിനൊക്കെ ചെറിയ സമ്മതം ഉണ്ടായിരുന്നു. പക്ഷേ ആ നാട്ടുകാരും ഈ സമുദായക്കാരും പാർട്ടിക്കാരും കൂടി ഒന്നിനും സമ്മതിക്കില്ലാന്ന് ഗംഗേട്ടാ. അല്ലെങ്കിൽ എല്ലാം നടന്നു പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറ്റം ചെയ്തവര് ശിക്ഷ അനുഭവിക്കാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ. അതിന്റെ സുഖം എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരട്ടെ. അങ്ങനെയെങ്കിലും അവന്റെയൊക്കെ സ്വഭാവം ഒന്ന് നന്നാവട്ടെ എന്ന് ഗംഗേട്ടൻ പറയാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ഡിസ്ചാർജ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗേട്ടനും ശിവനും കൂടി റൂമിലേക്ക് വരുമ്പം പൈജ ഗംഗേട്ടനെ കണ്ട് ചോദിക്കുകയാണ്, ഗംഗേട്ടൻ എപ്പോൾ എത്തി? ഞാൻ ഇപ്പോൾ വരുന്ന വഴിയാ. ശിവൻ എന്നെ കൂട്ടാൻ വന്നതാ. അല്ല, എന്താ പെട്ടെന്ന് വന്നത്? അല്ല, നീ കാണുകയും തോന്നിവാസത്തിന് പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം വൈജൊന്നും മിണ്ടുന്നില്ല. അല്ല, ഡിസ്ചാർജെല്ലാം ആയോ? ഹായ്, എന്നെ കൊണ്ടുപോകാൻ ഇവിടെ അങ്ങ് ആരും വന്നില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടപ്പിറങ്ങിയിട്ട് എത്ര നാളായി. ഒരു ദിവസം പോലും എനിക്ക് കൂട്ടു നിൽക്കാനേ ഒരാളും വരാറില്ല. ആരുമില്ലതാക്കിയതൊക്കെ ആരാ? ആ അലീന നിന്നെ കെയർ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? നിനക്കപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അവൾ എന്നെ കെയർ ചെയ്യണ്ട. അവൾ ആരാ? എൻ്റെ ഭർത്താവിൻ്റെ അവിഹിത സന്തതി, അല്ലെങ്കിൽ അവിഹിതക്കാരി എന്ന് പറയാണ്. അവളാണോ എന്നെ ശുശ്രൂഷിക്കേണ്ടത്? അവളുടെ കനിവ് പറ്റി വേണോ ഞാൻ ജീവിക്കാനായിട്ട്? എനിക്ക് 2 പെൺമക്കളുണ്ട്, 2 പേരും വരില്ല. പിന്നെ ഒരുത്തനാണെങ്കിലോ ജയിലില്. ഭർത്താവെന്ന് പറഞ്ഞ ആള് ആ അയലിനടെ മൂടും താങ്ങി നടക്കല്ലേ. വേറെ ആരാ എനിക്കിവിടെ നിൽക്കാനുള്ളത്? ആരുമില്ല. 2 ആങ്ങളമാരുണ്ട്. വല്ലപ്പോഴും വരും എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമായിട്ട്. അല്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കുകയല്ലേ. ഇന്ന് രാവിലെ കൂടി സിസ്റ്റർ ചോദിച്ചു, ആരെങ്കിലും എന്നെ കൂട്ടാൻ വരുമോ, അതോ ഒറ്റയ്ക്കാണോ പോണേന്ന്. ആ ഒരു മാനസികാവസ്ഥയിലാ ഞാനിവിടെ കിടക്കുന്നത്. ആർക്കും ഒരു കോള് പോലും വിളിക്കാൻ വയ്യ. വൈജയ്, നിന്റെ അഹങ്കാരം കൊണ്ട് വരുത്തി വെച്ചതല്ലേ ഇതെല്ലാം നീ. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നിന്നെ കെയർ ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ഹോസ്പിറ്റൽ നഴ്സുമാർ സ്റ്റാഫുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ.
എന്തായാലും പൈസ കൊടുക്കാൻ നീ തയ്യാറാണല്ലോ, പിന്നെ എന്ത് വേണം? നീ അല്ലേ പറഞ്ഞത് പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാൻ നിനക്കൊരു മടിയില്ലാന്ന്. അത് പിന്നെ അന്ന് നിങ്ങൾ തന്നെ കണ്ടതല്ലേ, ബാലചന്ദ്രൻ എനിക്ക് കൊണ്ടുവന്ന് ആ പൈസ അടയ്ക്കാൻ തന്നത്. പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിക്കാൻ പോകേണ്ടത്? അയാളല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. നീ ബാലിന് വേണ്ടി ഡിവോഴ്സ് അയച്ചോ എന്ന് ചോദിക്കുമ്പം വൈജ ഞാൻ അയച്ചു. ആരോട് ചോദിച്ചിട്ട്? ഗംഗേട്ടാ, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ആ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടാൻ ഞാൻ ആവെന്ന് പറഞ്ഞതാ, പക്ഷേ അത് അയാൾക്ക് പറ്റില്ല. അയാൾക്ക് എന്നെ എവിടെ നിന്ന് ഇറക്കിയാലും അവളെ ഇറക്കാൻ പറ്റില്ല. ആ രാത്രി കൂടി ഞാൻ ചോദിച്ചതാ, അലീനയാണോ ഞാനാണോ വലുത്, ഇവിടെ ആര് നിൽക്കണമെന്ന്. അപ്പം അയാൾ പറയാ അലീന എന്തായാലും ഇവിടുന്ന് പോയില്ലാന്ന്. അതും കേട്ടിട്ടല്ലേ ഞാനിന്ന് രാത്രി കാറും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റയെടുത്തിയാ. അയാളൊന്ന് എന്നെ ശുശ്രൂഷിക്കാനോ ഒന്നിനും വരില്ല. എപ്പോഴും അലീന അലീനെന്ന് പറഞ്ഞ് പുറകെ നടക്കാം. നിന്റെ മകനെയും കൊണ്ട് ജയിലിലേക്ക് പോയ സമയത്ത് അയാൾ അറ്റാക്ക് വന്ന് വീണ കാര്യം നീ അറിഞ്ഞിരുന്നല്ലോ എന്ന് ചോദിക്കാണ്. നീ വയ്യാതെ കിടന്നപ്പോ അയാൾ ഒത്തിരി വിഷമിച്ചു. അത് മാത്രമല്ല, നിന്നെ കാണാൻ എത്ര തവണയാ അയാൾ വന്നത്. അയാൾ അറ്റാക്കായിട്ട് കിടന്നിട്ട് നീ ഒരു തവണയെങ്കിലും ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്തോ? അയാൾക്ക് അറ്റാക്ക് വന്നത് നിനക്കെന്തോ സന്തോഷമായിരുന്നില്ലേ എന്ന് ചോദിക്കാണ്. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വേണ്ട, എല്ലാം മനസ്സിലായി. നിന്റെ മകന് വേണ്ടി അയാൾ എന്തുമാത്രം ഓടി നടന്നെന്നറിയോ? അത് എൻ്റെ മകൻ മാത്രമല്ലല്ലോ, അയാളുടെ കൂടെ അല്ലേ? അതെ, അയാളുടെ തന്നെയാ. പക്ഷേ ഇങ്ങനെ ഈ മക്കളെ ഈ രീതിക്ക് ആയിപ്പോയത് നീ ഒറ്റയെടുത്ത് കാരണ. അതിന് ഞാൻ എന്ത് ചെയ്തു ഗംഗേട്ടാ? നീ എന്ത് ചെയ്യുന്നോ? ആ വീട്ടിലെ സർവ്വ അധികാരങ്ങളും എല്ലാം അയാൾ നിനക്കല്ലേ തന്നത്. സർവ്വ സ്വാതന്ത്ര്യവും അധികാരവും എല്ലാം നൽകി. കുട്ടികൾക്കാണെങ്കിലോ നീ അതിൻ്റെ ഇരട്ടി കൊടുത്തു. മക്കളെ എങ്ങനെ വളർത്തേണ്ടതെന്ന് പോലും നിനക്കറിയില്ലായിരുന്നു. മക്കളുടെ തോന്നിവാസം എന്താണോ അതെല്ലാം നീ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. നിന്റെ ഭർത്താവിനെ നീ ഒരു പുല്ല് വില പോലും കൽപ്പിച്ചില്ല. അത് കണ്ടല്ലേ നിന്റെ മക്കളും വളർന്നത്. അവർക്ക് അവളുടെ അച്ഛനോട് യാതൊരു വിലയില്ലായിരുന്നു. അതുകൊണ്ടാ അവർ ഇതുപോലെ തോന്നിവാസം കാണിച്ച് നടന്നത് എന്നൊക്കെ ഗംഗേട്ടൻ പറയാണ്. വൈജ പറയുന്നുണ്ട്, എന്തായാലും അവൾ ഉള്ളിടത്തേക്ക് ഞാനില്ല. അവൾ ഒറ്റയെടുത്ത് ആ വീട്ടിലേക്ക് എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയ ശകനാണ്. അതിനുശേഷമാണല്ലോ ബാലേന്ദ്രന് 2 തവണ അറ്റാക്ക് ഉണ്ടായത്, അവൻ ജയിലിലായത്, ഞാൻ ഇതുപോലെ ആക്സിഡന്റ് ആയത്. ഇതെല്ലാം അലീന വരുത്തി വെച്ചതാണോ? എല്ലാം നീ ഒറ്റയെടുത്ത് കാരണം വരുത്തിയതാ. അതിന് ഞാൻ എന്ത് ചെയ്ത് ഗംഗേട്ടാ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ ഗംഗേട്ടൻ പറയുന്നേ? ദേ ഇത് കണ്ടോ, ഞാൻ പുതിയൊരു വീടിന് എഗ്രിമെന്റ് എഴുതി അഡ്വാൻസ് കൊടുത്തു. ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് ഞാൻ നേരെ പോണത് അങ്ങോട്ടാ. ഭവതിയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. രോഹിത്തിനെ കൂട്ടി ഞാൻ അങ്ങോട്ട് പോകും എന്ന് പറയുമ്പോൾ, ഓഹോ, അപ്പൊ രോഹിത്തിനെ കൂട്ടി പോവാൻ നിൽക്കുകയാണോ? എങ്കിൽ അതിനു മുന്നേ ഒരു കാര്യം അറിഞ്ഞോ? രോഹിത്തെ ആരോടും പറയാതെ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോയ വഴിക്ക് നാട്ടുകാരെല്ലാം കൂടി അവനെ അടിച്ച് ശരിയാക്കി. അവനെ പഞ്ഞിക്കിട്ടു. തിരിച്ച് വീട്ടിലേക്ക് അവൻ ഓടിക്കേറുമായിരുന്നു. ബാലചന്ദ്രൻ പോയിട്ടാ അവന്മാരെല്ലാം ഓടിച്ചു വിട്ടത്. നല്ല അടി കിട്ടിയിട്ടുണ്ട്. ശരീരമൊക്കെ മുഴുവൻ മുറിഞ്ഞു. ജയിലിൽ നിന്ന് കിട്ടിയതിന്റെ ബാക്കിയാ അവൻ ഇന്നലെ അവിടെ നിന്ന് കിട്ടിയത്. ഈ കണക്കിന് നീ അവനെയും കൊണ്ട് വേറെവിടെങ്കിലും മാറി താമസിക്കാൻ പോയാലേ അതിന്റെ അപ്പുറമായിരിക്കും അവസ്ഥ. അയ്യോ, എന്നിട്ട് രോഹിത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചു. ഇപ്പൊ പനിച്ചു കറച്ച് വീട്ടിൽ കിടപ്പുണ്ട്. ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവനോടെ കിടക്കുക. എല്ലാം അവൾ ഒറ്റയിരുത്തിയാ. ആ അലീന മിണ്ടി പോകരുത്. ഇതെന്താ നീ പ്രാർത്ഥന പോലെ പറഞ്ഞോണ്ടിരിക്കുകയാണോ? അവൾ ഒറ്റയിരുത്തി അലീന എന്നും പറഞ്ഞോണ്ട്. അപ്പൊ നീ ചെയ്തൊന്നും തെറ്റല്ലേ? ഞാൻ എന്ത് ചെയ്തു? ആ ബാലചന്ദ്രനല്ലേ എന്നെ ചതിച്ചത്. അയാൾക്ക് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയുണ്ടെന്ന് എന്നോട് അയാൾ എപ്പോഴെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അയാൾ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. അയാൾക്ക് അവിഹിത സന്തതി ഉണ്ടെന്ന് അയാൾ അറിയിച്ചില്ലല്ലോ. എൻ്റെ ബലമായ സംശയം അത് അവിഹിത സന്തതിയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഓർഫനേജിൽ നിന്ന് വന്നപ്പോൾ തന്നെ അത് അറിയേണ്ടതല്ലേ? വന്ന് 1-2 മാസം കഴിഞ്ഞിട്ടാ അയാൾ കാര്യമൊക്കെ പറഞ്ഞത്. അന്നെല്ലാം അലീനയെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും അയാൾ മിണ്ടാതെ കേട്ട് നിൽക്കായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാളുടെ മകളായി പോലും. എനിക്ക് ഉറപ്പാ അത് മകളൊന്നും അല്ല, അയാളുടെ അവിഹിതം തന്നെയാ. അവള് അയാളെ വലച്ചിട്ടിരിക്കുക. ഒരു കൊച്ചു പെണ്ണല്ലേ, കണ്ടപ്പോ അയാളുടെ കണ്ണ് മഞ്ഞളിച്ച് കാണും. ദേ വൈജയ്, താടിയലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്നും ഞാൻ നോക്കില്ല. അടിച്ച് പല്ല് പറക്കി നിന്ന് ഞാൻ എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. പലതവണയായി നിന്നോട് പറയണ്ടെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ നീ അത് സമ്മതിക്കില്ല. നീ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് വീട് മാറി താമസിക്കാനൊക്കെ റെഡിയായിട്ടിരിക്കുകയല്ലേ? എങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. നീയും കല്യാണത്തിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരു സന്തതി ഉണ്ടാക്കിയിരുന്നല്ലോ. അതെന്താ നീ മറന്നുപോയോ? ഗംഗേട്ടാ,
അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ. അതിനെക്കുറിച്ച് ആർക്കും ഇപ്പം അറിയില്ലല്ലോ. അങ്ങനെ ഒരു രീതിയിൽ എനിക്കൊരു മകളുമില്ല. പിന്നെ ഞാനെന്തിനാ അതിനെക്കുറിച്ച് ബോധ്യടാവുന്നത്? അത് അവന് ബാലിന് അറിയത്തുമില്ല. പിന്നെന്താ പ്രശ്നം? അത് അറിയിച്ചാലോ? അറിയിക്കാനോ? അതെ, ബാലചന്ദ്രനോട് ഞങ്ങൾ തന്നെ പറയാം. നീ നെടുമ്പുരക്കിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. നിന്റെ പഴയ അവിഹിത കഥ, നീ ഒരു കൊച്ചിനെ പിഴച്ച് പ്രസവിച്ചതാണെന്നും ആ കൊച്ചിന്റെ കാര്യങ്ങളും നിന്റെ കാമുകന്റെ കാര്യവും എല്ലാം പറയാം. ബാലനോട് മാത്രമല്ല, നിന്റെ 3 മക്കളുണ്ടല്ലോ, അവരോടും കൂടി. അമ്മയുടെ തനസ്വരൂപം എന്താണെന്ന് അവരും മനസ്സിലാക്കട്ടെ. തന്റെ അമ്മ ഒരു പിഴച്ചവളായിരുന്നു എന്ന് നിന്റെ 3 മക്കളും മനസ്സിലാക്കുമ്പോഴേ നിന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടുമല്ലോ. ബാലനെയും അപ്പൊ അവരെ കുറ്റപ്പെടുത്തില്ല. അവര് 3 പേരും നിന്നെ വെറുക്കും. അതോടുകൂടി ബാലചന്ദ്രൻ എന്നേക്കുമായിട്ട് നിന്നെ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്യും. നിന്റെ മക്കളും നിന്നിൽ നകലും. മക്കൾ എന്നിട്ട് ബാലന്റെ കൂടെ പോകും. അതാണോ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കാണ്. ഗംഗേട്ട എന്ന് വിളിക്കുമ്പോൾ വേണ്ട, നീ അങ്ങോട്ടേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ, ഡിവോഴ്സ് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ പോയിട്ട് ഞങ്ങളത് പറയും. രോഹിത്തിനോടും ബബിതിയോടും കൃഷ്ണമോളോടും ഈ കാര്യം പറയും. തൻ്റെ തള്ളയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് മക്കളൊന്ന് മനസ്സിലാക്കട്ടെ. ബാലചന്ദ്രൻ നീ പറയുന്നുണ്ടല്ലോ അത് അവിഹിത സന്തതിയായിരുന്നുള്ള കാര്യം. അതെന്തായാലും അങ്ങനൊരു മകൾ ഉണ്ടായിരുന്നത് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടല്ലേ അയാൾ പറയാതിരുന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഭാഗത്ത് എന്താണ് തെറ്റുള്ളത്? അയാളെ കുറ്റം പറയാൻ ആർക്കും പറ്റില്ല. പക്ഷേ നിന്നെ കുറ്റം പറയും. നീ ഇതുപോലൊക്കെ കാണിച്ചു കൂട്ടിയതുകൊണ്ട് 1 വർഷത്തോളം അയാളുടെ കൂടെ കഴിഞ്ഞ് അയാളുടെ കൊച്ചിനുമായിട്ട് അതും പോയതിന് ശേഷമല്ലേ നീ ബാലചന്ദ്രനെ വിവാഹം കഴിച്ചത്. ആ കാര്യം അറിഞ്ഞാലേ എല്ലാവരും നിന്നെ വെറുക്കും എന്ന് പറയാണ്. ഒറ്റ പെണ്ണല്ലേ ഉള്ളൂന്ന് കരുതി ഞങ്ങളും അച്ഛനും എല്ലാവരും നിനക്കൊരുപാട് സ്വാതന്ത്ര്യം തന്നു. അതായിരുന്നു ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി എന്തായാലും ആ തെറ്റ് ആവർത്തിക്കാനേ ഞങ്ങൾ ഒരുക്കല്ല. ഇപ്പോ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ആ കാര്യം നിനക്കറിയാലോ. നിന്റെ തോന്നിവാസം ഇനി ഞങ്ങൾ നടത്തില്ല. ഞങ്ങളെന്തായാലും 3 ആങ്ങളമാര് തടിമാടന്മാരെ പോലെ ഇവിടെ നിൽപ്പുണ്ടല്ലോ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞത് നീ അങ്ങ് അനുസരിച്ചാൽ മതിയെന്ന് ശിവൻ പറയുന്നുണ്ട്. ഇനി നീ ഇതുമായിട്ട് ഡിവോഴ്സായിട്ട് മുമ്പോട്ട് പോവുകയോ നെടുമ്പുരക്കിലേക്ക് ചെല്ലാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിലേ ആ നിമിഷം തന്നെ നിന്റെ പ്രസവ കഥ നിന്റെ മക്കളുടെ മുമ്പിലെ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവാ. അതല്ലാതെ ഇനി വേറെ രക്ഷയൊന്നുമില്ല. നിന്റെ ഈ അഹങ്കാരം അങ്ങനെ ശമിപ്പിക്കാനൊക്കെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഡിസ്ചാർജ് ആയിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളും വരാം നിന്നെ നെടുമ്പുരക്കിലേക്ക് ആക്കാൻ എന്ന് പറയുന്നുണ്ട്. ഗംഗേട്ടാ, അവളുടെ മുമ്പില് ഞാൻ തോറ്റുപോകും. ഞാൻ പറഞ്ഞതാ ഞാനിനി അങ്ങോട്ട് ചെല്ലില്ലാന്ന്, അവളുടെ മുഖത്തേക്ക് നോക്കില്ല എന്ന്. എന്നിട്ട് അവളുള്ളിടത്തേക്ക് ഞാൻ വീണ്ടും പോണോ? അപ്പോ ഗംഗേട്ടൻ പറയുന്നുണ്ട്, രോഹിത്തിന് ഇപ്പൊ അലീനുള്ളത് വലിയൊരു ആശ്വാസമാണ്. ആ കുട്ടി അങ്ങനെയൊക്കെ ഓരോരുത്തരെ കെയർ ചെയ്ത് നല്ല ശീല. അത്രേ ഡൗൺ ആയിരുന്ന ശരണേനെ പോലും അവള് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നില്ലേ. അതുപോലെ രോഹിയെയും അവൻ കൊണ്ടുവരും. അവനിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. അതുകൊണ്ട് ആ വീട്ടിലിപ്പോ അലീനയുടെ ആവശ്യമുണ്ട്. ആ വീട്ടിലെ ഒരു സെർവന്റായിട്ട് മാത്രം നീ അലീനെ കണ്ടാ മതി. അവള് അവിടുത്തെ ഒരു ജോലിക്കാരി. അവളെ ഭരിപ്പിക്കാനോ അവളുടെ കാര്യത്തിൽ ഇടപെടാനോ നീ പോവണ്ട. നീ നിന്റെ കാര്യം നോക്കി നിന്റെ മക്കളുടെ കാര്യം നോക്കി നിന്നാ മതി. രോഹി ഒന്ന് ബെറ്റർ ആവട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. ഗംഗേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, അവളും അയാളും കൂടി അടുത്തിടപെടുന്ന കാണുമ്പോ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കത് സഹിക്കാനാവുന്നില്ല. എങ്ങനെയെങ്കിലും 2 പേരെയും അവിടുന്ന് ഇറക്കിവിടാനാ എനിക്ക് തോന്നുന്നത്. അത് പിന്നെ എന്റെ വീടല്ലല്ലോ, ബാലചന്ദ്രന്റെ വീടല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ചിന്താഗതിയൊക്കെ നിന്റെ മനസ്സിന് അങ്ങ് മാറ്റ്. അലീന വരുന്നതിന് മുമ്പ് നീ അല്ലായിരുന്നോ അവിടെ എല്ലാം? ഇനിയും നീ അവിടെ തന്നെ ചെല്ലണം. അപ്പോ ശിവൻ പറയുന്നുണ്ട്, നീ അവിടുന്ന് മാറിയാലേ നഷ്ടം നിനക്ക് മാത്ര. നിന്റെ മക്കളും നിന്റെ ഭർത്താവിന്റെ കൂടെ പോകും. അലീന അവിടെ തന്നെ കാണും. അയാളുടെ സ്വത്തുക്കളുടെ ഒരു അവകാശവും അവൾക്ക് തന്നെ പോകും. നിനക്കായിരിക്കും അവസാനം ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ടു പോണത്. വീട്ടിലേക്ക് തിരികെ വന്നാല് ഞങ്ങൾ നോക്കൂന്ന് നീ കരുതണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഫാമിലി ആയിട്ട് ഞങ്ങൾ ജീവിക്കാം. പിന്നെ വയ്യാത്ത അമ്മയെ കൊണ്ട് ഒന്നിനും പറ്റില്ല. നിന്റെ ഭർത്താവും നിന്റെ മക്കളുമാണ് എന്ന് നിന്റെ കൂടെ വേണ്ടത്. അതുകൊണ്ട് ആ കാര്യം നീ മനസ്സിലാക്കിക്കോ. നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നോ, ആ കുഞ്ഞ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോ അവള് നിന്റെ കൂടെ കണ്ടേനെ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അലീനയുടെ പ്രായം ഉണ്ടായേനെ ആ കുട്ടിക്കും, അല്ലേ? അതുപോലെ തന്നെ ഒരു അബദ്ധമല്ലേ അവന് സംഭവിച്ചത്? 2 പേരും ഒരു തൂവൽ പക്ഷികളാ. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. നീയും തെറ്റ് ചെയ്തു, അവനും തെറ്റ് ചെയ്തു. 2 പേരും ഈക്വലായി അങ്ങനെ കരുതിയാ മതി.
നീ ഇപ്പോഴും അവനോട് പറയാതെ ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ അവന്റെ കാര്യം അവൻ തുറന്നു പറഞ്ഞു. അതുകൊണ്ട് നീ ഇപ്പോ ബാലനെ കൂടുതൽ തെറ്റിദ്ധരിക്കാനും കൂടുതൽ തെറ്റാക്കാനൊന്നും പോകണ്ട. നിന്റെ ഭാഗം ന്യായീകരിക്കാനും ശ്രമിക്കണ്ട. അതൊന്നും നടക്കാൻ പോണില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ശിവനും കുറെയൊക്കെ ഭീഷണിപ്പെടുത്താണ്. ഒടുവിൽ അവരുടെ കൂടെ ചെല്ലാമെന്ന് വൈകി സമ്മതിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ഇല്ലാത്ത വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്, ആവശ്യമില്ലാതെ നടക്കുന്നത് വഴക്കുണ്ടാക്കരുത്, പറഞ്ഞത് മനസ്സിലായല്ലോ, വീണ്ടും എന്നെ തിരികെ വരുത്തേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്, മനസ്സിലായോ എന്ന് ചോദിക്കാണ്. ശരിയെന്ന് അവള് തലയാട്ടുന്നുണ്ട്. എന്നാൽ വീട്ടിലേക്ക് പോയതിനു ശേഷം എങ്ങനെയെങ്കിലും വീട് മാറണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് വൈജ. അലീനനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്തു ചാടിക്കുകയാണെങ്കിൽ പിന്നെ താൻ അവിടെ നിൽക്കാമെന്നും ഇവള് മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അലീനനെ അവിടുന്ന് പറഞ്ഞിടാന്ന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചാൽ മതി, അത് നടക്കില്ല. ബാലൻ ഇനി അവളെ അവിടുന്ന് പറഞ്ഞയക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അയാളുടെ മകള് അയാളുടെ കൂടെ തന്നെയല്ലേ നിൽക്കേണ്ടത്, എന്തിനാ അവളെ പറഞ്ഞയക്കുന്നത്, അതിന്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് പല്ലിറുമിക്കൊണ്ട് മിണ്ടാതിരിക്കുകയാണ് വൈജ. അവിടെ ചെന്നതിന് ശേഷം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. നാളെ തന്നെ ശിവേട്ടൻ ഗൾഫിലേക്ക് പോകും, ഗംഗേട്ടന് തിരികെ പോകും. അതിനുശേഷം തന്റെ താണ്ഡവം ആരംഭിക്കാമെന്ന് വൈജ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. അങ്ങനെ വൈജനെയും കൊണ്ട് ശിവനും ഗംഗേട്ടനും കൂടി നേരെ വരുന്നത് നെടുമ്പുരക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ ഇവളെ പുറത്തിരുത്താണ്. ബെല്ലടിക്കുമെന്ന് ഡോർ തുറക്കുന്നത് അലീന ആയിരിക്കും. ഇവര് രണ്ടുപേരും കണ്ടപാടെ അലീന അങ്കളെ എന്ന് വിളിക്കാണ്. എന്തുണ്ട് മോളെ വിശേഷം, സുഖമാണെന്ന് ചോദിക്കുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്കിൾ എപ്പോഴാണ് അവിടെ നിന്ന് വന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ വന്നതേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ദേ ഒരാൾ ഇരിപ്പുണ്ടെന്നും പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറി പോകുന്നുണ്ട്. വൈജ അപ്പോ സിറ്റ് ഔട്ടില് ആ കൈവരിയിൽ ഇരിക്കായിരിക്കും. വൈജനെ കണ്ടപാടെ ഇവളൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. മനു ഒന്ന് പറയുന്നുണ്ടായിരുന്നു, എങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് അത് സാധ്യമാകുമെന്ന് അവൾ അറിഞ്ഞില്ല. വൈജ അകത്തേക്ക് ഇവളെ മറികടന്ന് കയറിപ്പോകുമ്പം ഇവള് വല്ലാണ്ടെന്ന് പേടിക്കുകയും അതുപോലെ അമ്മ വന്നല്ലോ എന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പഴയതിനെക്കാട്ടിലും അപ്പുറം ശക്തി പ്രാപിച്ചുകൊണ്ട് അലിനോടുള്ള ദേഷ്യവും അമർഷവും എല്ലാം ഒന്നുകൂടി കൂടിക്കൊണ്ടാണ് വൈജ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തുന്നത്. അപ്പൊ ഇനി ബാക്കി വരുന്ന സ്റ്റോറീസ് എല്ലാം ഇനി എന്തൊക്കെ ഭൂകമ്പമാണ് നടക്കാൻ പോണേന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമേ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.